ഫിഷ് കറിയാണ് കേട്ടോ. എൻ്റെ അമ്മമ്മയുടെ സ്പെഷ്യൽ മീൻകറി. മീൻകറിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഇവിടെ 1 കിലോ കേരമീൻ എടുത്തിട്ടുണ്ട്. ജിഞ്ചർ, കറി ലീഫ്, ഗാർലിക്, ഗ്രീൻ ചില്ലി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി. നമ്മളിവിടെ 4 കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സവോള. ആദ്യം ഈ സവോളയും പൊടികളും എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മളിവിടെ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ഒന്ന് സോട്ടായി വരട്ടെ. സവോള ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. നമുക്ക് ഇതിലേക്ക് പൗഡേഴ്സ് ഇട്ട് കൊടുക്കാം. പൗഡേഴ്സ് ഇടുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ. ഈ പൊടികളുടെ പച്ചമണം മാറിയ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇതൊന്ന് ചൂടാറട്ടെ. എന്നിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാം. നമ്മളിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മീൻ ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി മൂത്ത് വരണം. ഇത് എണ്ണയ്ക്ക് നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരപ്പെടുത്ത മിക്സിയുടെ ജാറിൽ തന്നെയാണ് വെള്ളം എടുത്തത്. ഇനി കുടംപുളി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. നന്നായി ഇളക്കി കൊടുത്തിട്ട് ഉപ്പും പുളിയും പാകത്തിനാണോ നോക്കണം. ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് തിളച്ചു വരട്ടെ. നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കിനി മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് വെന്ത് വരട്ടെ. ഇതിപ്പോ 10 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ സാധനം ഇട്ട് കൊടുക്കണം. ചെറിയുള്ളി ഇടിച്ചതും കരിവേപ്പിലയും. ഇനി ഇതിന് കുറച്ചു നേരം കൂടി തിളക്കട്ടെ. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ ഞാൻ മീൻകറി ട്രൈ ചെയ്തു. ഇനി എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം.
ഫിഷ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അടുത്ത പ്രാവശ്യം നിങ്ങൾ മീൻകറി ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കണം. പിന്നെ എന്റെ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ബൈ. സൂപ്പർ. മീനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടോ. ഈ ചിക്കൻ കറി നല്ല സ്പൈസിയാണ്.